എല്ലാവർക്കും നമസ്കാരം. വന്യജീവികൾ നാട്ടിലേക്ക് എത്തിത്തുടങ്ങി. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ചിറങ്ങരയിൽ കണ്ടത് പുലിയെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി വലിയ ഭയാശങ്കയിലാണ് അവിടുത്തെ ജനവിഭാഗങ്ങൾ. നേരിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇപ്പോൾ അവിടുത്തെ ആളുകൾ ഭയാശങ്കയിലാണ്. ഫോറസ്റ്റ് സംവിധാനങ്ങൾ കൂടുൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ വെച്ച് പുലിയെ പിടികൂടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ കിഴക്കൻ പഞ്ചായത്തുകളായിട്ടുള്ള അതിരപ്പള്ളി, അതുപോലെ തന്നെ കോടശ്ശേരി, പരിയാരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വന്യജീവികൾ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വാർത്തകളൊക്കെ നാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചരിത്രത്തിൽ പോലും ഇങ്ങനത്തെ വന്യജീവികൾ ഇറങ്ങാത്ത കൊരട്ടി പോലുള്ള സ്ഥലങ്ങളിൽ വരെ വന്യജീവികൾ ഇറങ്ങി തുടങ്ങി. സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഈ കാട്ടുജീവികൾ ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കാനോ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവൻ ജയിലിലാവും. ഇത് 1972 വന്യജീവി നിയമം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഒരു കാരണവശാലും സാധാരണ ജനവിഭാഗങ്ങൾക്ക് മനുഷ്യരെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചാക്രമിക്കാനോ അവരെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു നിയമ ഭേദഗതി ഇപ്പോഴും നടന്നിട്ടില്ല. ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഊർജിതമായി ഇടപെടൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജോസ് കെ മാണി, അദ്ദേഹം ഈ വരുന്ന 27-ാം തീയതി ഡൽഹിയിൽ MLA മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മലയോര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി മലയോര ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈശ്വരത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവില്ലാമലയിൽ നിന്നും ആരംഭിച്ച ഈ മലയോര ജാഥ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ചായപ്പൻകുഴിയിലാണ് സമാപിച്ചത്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പൊന്നാമ്പിയോളി, കുറ്റിച്ചറ, കൊന്നക്കുഴി, അരൂർമൊഴി തുടങ്ങിയ സ്വീകരണ പോയിന്റുകൾക്ക് ശേഷമാണ് ചായപ്പൻകുഴിയിൽ ഈ ജാഥ അവസാനിച്ചത്. ഈ ജാഥയുടെ സമാപന ഉദ്ഘാടനം നിർവഹിച്ചത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര സമിതി അംഗവും മുൻ MLA-യുമായിട്ടുള്ള ജോണി നെല്ലൂരാണ്. കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. കേരള കോൺഗ്രസ് എം ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്, ആ ജീവൻ നിലനിൽക്കണം. 1972 ഈ വന്യജീവി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം. ഈ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന കർഷകരുടെ ഒരു പാർട്ടി സംവിധാനമായിട്ടുള്ള കേരള കോൺഗ്രസ് തന്നെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചൊക്കെ തന്നെ. കേരള കോൺഗ്രസ് എമ്മിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. മാർച്ച് 27-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി സംഘടിപ്പിച്ച തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ മലയോര ജാഥ, തിരുവില്ലാമലയിൽ നിന്നും ആരംഭിച്ച ജാഥ ചായപ്പൻകുഴിയിൽ സമാപിച്ചു. ഈ കഴിഞ്ഞ 3 ദിവസമായി 21, 20, 21, 22 ദിവസങ്ങളായി ഈ ജാഥ ഈ ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ചുറ്റിക്കറങ്ങി ഏറ്റവും വലിയ മലയോര മേഖലയായ കൃഷിക്കാരുടെ കേന്ദ്രമായ പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളും കൃഷിക്കാരും ഏറെ തിങ്ങിപ്പാർക്കുന്ന ഈ ചായപ്പാൻകുഴിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായി തന്നെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ തന്നെ എത്രയോ ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത പഞ്ചായത്തിൽ പോലും ആയിരക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിപ്പിച്ച സംഭവം ഉണ്ടായി. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ആ നാട്ടിലിറങ്ങുന്ന വന്യമൃഗത്തെ പ്രതിരോധിക്കുവാനുള്ള ഒരു നിയമം ഇന്നില്ല ഈ രാജ്യത്ത്. കാട്ടിലേക്ക് ജനങ്ങളെ എവിടെയെങ്കിലും കാട്ടിൽ പ്രവേശിച്ചാൽ പോലും അവരെ നടപടിയെടുക്കുവാനുള്ള നിയമമുണ്ട്. വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വന്ന് ആളുകളെ ചവിട്ടിക്കൊന്നാലോ കുത്തിക്കൊന്നാലോ ഒരു കേസുമില്ല. ആ കുത്തിക്കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ചവിട്ടിക്കൊല്ലാൻ വരുമ്പോൾ ആ ആനയ്ക്കോ അല്ലെങ്കിൽ പുലിക്കോ കടുവയ്ക്കോ കാട്ടുപന്നിക്കോ ഒരടിയ പാവപ്പെട്ട കൃഷിക്കാരനോ അദ്ദേഹത്തിന്റെ ബന്ധുവോ കൊടുത്താൽ അവൻ പ്രതിയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഇങ്ങനൊരു നിയമമുണ്ടോ? ഈ 972 നിയമം കൊണ്ടുവന്നത് ആരാ? ഞാൻ ഓർക്കുന്നു, ഇവിടെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി അതിന്റെ ചെയർമാനായിരിക്കുന്ന VD സതീശൻ ഒരു മലയോര ജാഥ നടത്തി. മലയോരത്തൊന്നും പോയില്ല. ആകെ ഈ തൃശ്ശൂർ ജില്ലയിൽ വന്ന ഒരു മലയോരം ഈ ചായപ്പാൻകുഴിയാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഉളുപ്പുണ്ടോ ഈ കൃഷിക്കാർക്ക് വേണ്ടി അല്ലെ മലയോരത്തിന് വേണ്ടി വനനിയമത്തെ കുറിച്ച് വർത്തമാനം പറയുവാൻ അദ്ദേഹത്തിന് ഉളുപ്പുണ്ടോ? അദ്ദേഹത്തിന്റെ നേതാവ് ഇന്ദിരാഗാന്ധി അല്ലേ നിയമം കൊണ്ടുവന്നത്? ജയറാം രമേശ് അല്ലേ അതിന് അടിവരയിട്ട് കുറെ കൂടി ശക്തമായി നടപ്പാക്കുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചത്? അന്നൊക്കെ എവിടെയായിരുന്നു VD സതീശനും കൂട്ടരും? ഇപ്പോ ജനങ്ങളെ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു മലയോര ജാഥ എന്ന് പറഞ്ഞു. വലിയ ഒരു ദൗത്യമാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്തത് എന്നതിൽ
ഏറെ അഭിമാനവും സന്തോഷവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. 3.5 ദിവസം നീണ്ടുനിന്ന മലയോര ജാഥ തൃശൂർ ജില്ലയുടെ 5 നിയോജകമണ്ഡലങ്ങളിൽ മലയോര നിയോജകമണ്ഡലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം കർഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ മലയോര ഗ്രാമമായ ചായ്പാങ്കുഴിയിൽ ഇന്നിവിടെ സമാപിച്ചു. മാർച്ചും ധർണയും നമ്മുടെ തലസ്ഥാന നഗരിയായ ജന്തർമന്ദറിൽ ഈ മാസം 27-ാം തീയതി ആരംഭിക്കുകയാണ്. ഇന്ദിരാഗാന്ധി അവരുടെ കാലഘട്ടത്തിലാണ് 1972 വന്യജീവി സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ കൃഷിക്കാർക്ക്, മലയോര കർഷകർക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് ഭരണമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെ ആ മലയോര കർഷകരോടൊപ്പം നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയാൽ വെടിവെക്കാനുള്ള ലൈസൻസ്, അനുമതി അത് കർഷകന് കൊടുക്കണമെന്നുള്ള ചങ്കൂറ്റത്തോടെ പറയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ്.